പെരുന്നാൾ ഗാനങ്ങൾ പാടിയും സമ്മാനങ്ങൾ കൈമാറിയും ക്രിസ്മസിനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഓസ്ട്രേലിയൻ മലയാളികൾ. വേനൽ അവധിയായതോടെ സാന്റയ്ക്കൊപ്പം കുട്ടിക്കൂട്ടങ്ങളും സജീവമാണ്. സ്വരാജ് സെബാസ്റ്റ്യൻ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ. ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ ഉത്സവകാലം ഏതെന്ന് ചോദിച്ചാൽ തിരുപ്പിറവിയും പുതുവത്സരവും വന്നെത്തുന്ന ഡിസംബർ മാസമാണെന്ന് നിസ്സംശയം പറയാം. മാസങ്ങൾക്ക് മുമ്പേ ആരംഭിക്കുന്ന ആഘോഷങ്ങൾക്കായുള്ള തയ്യാറെടുപ്പുകളും ഒരുക്കങ്ങളുമാണ് ക്രിസ്തുമസ് പുതുവത്സര കാലത്തെ വ്യത്യസ്തമാക്കുന്നത്. മഞ്ഞണിഞ്ഞ രാവുകളുടെ നനുത്ത സ്പർശവുമായി ലോകം യേശുദേവന്റെ തിരുപ്പിറവയ്ക്കായി കാതോർക്കുകയാണ്. എന്നാൽ ഓസ്ട്രേലിയയിൽ ക്രിസ്മസ് വന്നെത്തുന്നത് അന്തരീക്ഷത്തിനൊപ്പം ആഘോഷങ്ങൾക്കും ചൂടുപിടിക്കുന്ന വേനൽക്കാലത്താണ്. ക്രിസ്മസ് ആഘോഷം ഞങ്ങൾ ഇന്ന് നമ്മുടെ ക്രിസ്മസ് കാരളും കൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അടിപൊളിയായിട്ട് ആഴ്ചകൾക്ക് മുൻപേ വീടുകളിലും തെരുവുകളിലും ക്രിസ്മസ് വിളക്കുകൾ തെളിയും. എങ്ങും ക്രിസ്മസ് വൈബ്. വീടുകളിലും ഇപ്പോൾ നിങ്ങൾ പോവുകയാണെങ്കിൽ കാണാൻ പറ്റുന്നത് ക്രിസ്മസ് ക്യാരൽസും ക്രിസ്മസിൻ്റെതായ ഗിഫ്റ്റുകളും എല്ലാം എല്ലാ വീട്ടിലും നമുക്ക് കാണാൻ പറ്റുന്നത്. ചെറു സംഘങ്ങളായി തിരിഞ്ഞ് ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന മലയാളി കൂട്ടായ്മകൾ സജീവമാകുന്ന കാലം. ഞങ്ങൾ എന്റർടൈൻമെന്റ്സ് ത്രൂ ഔട്ട് ഡിസംബർ, ഫുൾ ഓഫ് ഫൺ, ഹാപ്പിനെസ് ആൻഡ് അടിപൊളി ജഗബോഗ എന്റർടൈൻമെന്റ്സ്. മാസങ്ങൾക്ക് മുൻപേ ക്രിസ്മസ് വിപണിയും സജീവമാകും. കമ്പോളവൽക്കരണത്തിന്റെ ക്രിസ്മസ് കാഴ്ചകൾ. ഇവിടെ നവംബറിൽ തന്നെ ക്രിസ്മസ് ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഷോപ്പുകളും മാളുകളും എല്ലാം അതിനായി ഒരുങ്ങിക്കഴിഞ്ഞു. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഓണം പോലെ തന്നെ ക്രിസ്മസും നൊസ്റ്റാൾജി തരുന്ന ഒന്നാണ്. ഇനി കാത്തിരിപ്പിന്റെ ദിവസങ്ങളാണ്. സമ്മാനങ്ങളുമായി എത്തുന്ന ക്രിസ്മസ് അപ്പൂപ്പനായി, തിരുപ്പിറവിക്കായി. Heard stories about Kerala, and I believe that Kerala people move with their culture, they move with their religion. ക്രിസ്തുമസിന്റെയും പുതുവത്സരത്തിന്റെയും കൗണ്ട് ഡൗൺ ആരംഭിച്ചു കഴിഞ്ഞു. ആഘോഷങ്ങളുടെയും കാത്തിരിപ്പിന്റെയും കൂടിച്ചേരലുകളുടെയും നാളുകളാണ് ഇനി. ബ്രിസ്ബെയിനിൽ നിന്നും സ്വരാജ് സെബാസ്റ്റ്യൻ, 24.